പി ബിജുവിന്റെ സ്മാരകം പൂർത്തിയാക്കാത്തതിൽ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്വയം വിമർശനം. ഫണ്ട് സമാഹരണത്തിൽ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് വീഴ്ചയുണ്ടായി. പി ബിജുവിന്റെ അടുത്ത ഓർമ്മദിനത്തിൽ സ്മാരകം പൂർത്തിയാക്കുമെന്നും ജില്ലാ നേതൃത്വം സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. വിജിൻ വായാന്തോട് ഉറങ്ങു നൽകും. വിജിൻ, ഈ സ്മാരകം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ എങ്ങനെയാണ് സ്വയം വിമർശനം ഉയർന്നത്? ദിവ്യ, 2020 നവംബറിലാണ് പി ബിജു മരിക്കുന്നത്. കോവിഡ് ബാധിതനായിരുന്നു മരണം. അന്ന് ആ കാലത്ത് SFIയുടെ പ്രധാന നേതാവ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ പ്രധാന നേതാവും ഒക്കെയായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് കോവിഡ് ബാധിക്കുകയും പിന്നീട് അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത വർഷം 2021 ഇങ്ങനെയൊരു മന്ദിരം പണിയാൻ, അതായത് ഡിവൈഎഫ്ഐയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രമായി റെഡ് കെയർ എന്ന പേരിൽ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്ത് ഇങ്ങനൊരു മന്ദിരം പണിയാനുള്ള തീരുമാനമെടുക്കുകയും അതിന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തറക്കല്ലിടുകയും ചെയ്തത്. അതിനുശേഷം അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അതിന്റെ ഒരു ഔട്ടർ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ പണി തുറന്നു പോയില്ല. അത് കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടും പി ബിജുവിന് സ്മാരകം നിർമ്മിച്ചിട്ടില്ല, അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്ന വാർത്ത കൊടുത്തിരുന്നു. അതേ വിമർശനം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ഉയർന്നിട്ടുള്ളത്. അത് സ്വയം വിമർശനമായിട്ടാണ് സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പി ബിജുവിന്റെ സ്മാരകം അത് പൂർത്തിയാക്കാൻ കഴിയാത്തത് അത് ഒരു സ്വയം വിമർശനമായി ഉൾക്കൊള്ളുകയാണ്. ഇതിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് വലിയ തരത്തിലുള്ള പിശക് പറ്റിയിട്ടുണ്ട്. ഫണ്ട് പിരിച്ചെടുക്കുന്നതിൽ അതിൽ പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പ്രളയം വന്നു, അതിനുശേഷം വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പിരിവുകൾ, അതിന് 80 ലക്ഷത്തോളം രൂപ ഡിവൈഎഫ്ഐക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ പിരിക്കേണ്ടി വന്നു. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അതിൽ ഫണ്ട് പിരിവ് പൂർത്തിയാക്കാൻ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് കഴിയാതിരുന്നത്. അതിനാലാണ് പണി പൂർത്തീകരിക്കാനും കഴിയാത്തത്. പക്ഷേ പി ബിജുവിന്റെ അടുത്ത ഓർമ്മദിനമായ നവംബറിൽ ഇത്തരത്തിൽ ആ പണി എത്രയും പെട്ടെന്ന് ഫണ്ട് പിരിവ് ഉൾപ്പെടെ നടത്തി ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഉള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളതാണ് നിലവിൽ സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആ സംഘടനാ റിപ്പോർട്ടിന്റെ ആ ഭാഗമാണ് നമുക്ക് ലഭിച്ചത്. അതാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള വിമർശനം ഉയർന്നതാണ്. അതിപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ സംഘടനാ റിപ്പോർട്ടിൽ സ്വയം വിമർശനമായി ഉൾക്കൊള്ളുകയാണ്.